അതൊക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്നയാളാ. ആ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഏകാഗ്രത കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധിയിൽ ഇങ്ങനെ തളർന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു ആവേശം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷേ ഈ ഈ മതം പഠിപ്പിച്ച വിഡ്ഢിതരങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയതല്ല ഇവരൊന്നും പഠിപ്പിച്ചത്. ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികൾ എന്നാ, അല്ലേ? ത്രികാലജ്ഞാനത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇദ്ദേഹം പറഞ്ഞ ഈ വിഷയം, അതായത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ശക്തിയിലുള്ള വിശ്വാസം എന്ന് പറയുന്ന സംഗതി. ഞാൻ ഒരു നിരീശ്വരനാണ് എന്ന് പറയുമ്പോഴും ദൈവത്തിൽ ഒരു വിശ്വാസമില്ല, അള്ളാഹുന്നോ അങ്ങനെ ഒരാളിലും നമുക്കൊരു വിശ്വാസമൊന്നുമില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ആളുകൾക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നും അതിൽ വിശ്വസിക്കാനും ഉള്ള ഒരു സാഹചര്യം അതിവിടെ ഉണ്ട്. അതിനുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു രീതി